എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിലാണ്, പട്ടാഴിയിൽ കേട്ടോ. ഞങ്ങളിപ്പം കൊട്ടാരക്കരയിലോട്ട് പോകാൻ വന്നേ കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു രണ്ട് പട്ടികൾ ഇവിടെ കിടന്ന് ചാടുന്നു. സംഭവം എന്തുവാന്ന് അറിയാൻ വേണ്ടി ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ ഒരു വലിയ ബറ്റാലിയൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് കാണാം. ആട്ടെ നോക്കിയാട്ടെ, എല്ലാവരും കൂടെ നിരന്നിങ്ങി ഇരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ. ഈ വാട്ടർ ടാങ്ക് തുറക്കുക, ഈ തേങ്ങ ഒറ്റ വെള്ളയ്ക്ക പോലും ഇടത്തില്ല. ഇവർ കയറി അങ്ങ് മെഴുകും. അപ്പം നമ്മൾ പട്ടാഴി പാലത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം പാലത്തിൻ്റെ രണ്ട് സൈഡിൽ റബ്ബറുണ്ട്. അപ്പം ഇതിനകത്ത് വന്ന് ഞങ്ങളിവിടെ നിർത്തിയപ്പോൾ കുറേ എണ്ണം. ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, അപ്പുറ സൈഡ് നിറച്ചുണ്ട്. ഇവരൊരു ഫാമിലി ആയിട്ടാണ് ഇറങ്ങുന്നത്. ഇവർ കൂട്ടമായിട്ട് വന്ന് നമ്മുടെ ഈ കൃഷികളൊക്കെ നശിപ്പിക്കുന്നുണ്ടെന്ന് വ്യാപക പരാതി ഉണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ ഇവിടെ പന്നി കാരണം ശല്യമാണ്. പന്നിയുടെ ശല്യമാണോ നമ്മുടെ ഉദ്ദേശം കാണിക്കുന്നുണ്ടോ? അയ്യോ എന്തോടെ എടാ, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടേ. അപ്പൊ ഇത് അങ്ങനെ വലുതായിട്ട് ഇവിടെ അങ്ങ് വരുന്നതല്ല. ഇപ്പൊ ഈ ആറ്റി വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ അങ്ങ് അടിയുന്നതാണ്. ഇടയ്ക്ക് ഇവിടെ വെച്ച് കാണാമായിരുന്നു കുറെ എണ്ണത്തിന്. ഈ പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിൽ ശരിക്കും പറഞ്ഞാൽ പന്നി കാരണം ശല്യമായിരിക്കുമ്പോഴാണ് ഇപ്പം പുതിയ ആൾക്കാരിവിടെ വന്നേക്കുന്നത്. സാധാരണ നമ്മൾ ഈ തെമ്മലയിലും ഒക്കെ ആര്യങ്കാവ് ആ ഭാഗത്തോടൊക്കെ പോകുമ്പോഴായിരുന്നു ഇവരെയൊക്കെ കാണുന്നത്. ഇപ്പം എന്തായാലും നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഉള്ളവർ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ വാട്ടർ ടാങ്ക് തുറക്കുക, അതിനകത്ത് ഇറങ്ങി കുളിക്കുക, അതുപോലെ തന്നെ തേങ്ങ വെള്ളയ്ക്ക ഇതെല്ലാം വലിച്ചു പറിച്ച് കളയുക, അതുപോലുള്ള പരിപാടികളാണ് ഇവരുടെ ഇരിക്കുന്നത് മൊത്തം. സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നാശമാണ്. ഈ കൃഷിക്കാർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇവരെ കൊണ്ട്. ഇവർ ഈ കൃഷിയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ കാണാൻ നല്ല ഇവരെ കണ്ടു നിൽക്കുക. ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, നമ്മൾ വന്നപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ പോയി. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇവർ സത്യം പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ആൾക്കാരൊക്കെ ഇവരെ എറിയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ എല്ലാം ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷെ ഇവർ വയലൻ്റ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ ഉപദ്രവിക്കും. ഇവർ അടുത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ഉപദ്രവിക്കും. വളരെ സൈലൻ്റായിട്ട് ഇവിടെ നല്ല തണുപ്പുണ്ട്, വെള്ളമുണ്ട്. പിന്നെ ആകെ പ്രശ്നം ഒരു കൃഷിക്കാർക്കൊക്കെ വലിയ പ്രശ്നമാണ് ഇവർ. കാര്യം ഒരു സാധനം ഈ പയറോ കോവലോ അതുപോലുള്ള സാധനങ്ങളൊന്നും നാട്ടിൽ വെച്ചേക്കത്തില്ല. ഒന്നാമത്തെ കാരണം പന്നി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ കൂടാണ് ഇപ്പം ഇവരൂടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഒരു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ടാണ് എല്ലാവരും ഒരു ടീം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് നല്ല രസമാണ്. പക്ഷേ ഇവരൊരു ശല്യമായി തുടങ്ങിയാൽ ഇവരൊരു പൊതു ശല്യമായി മാറും. കാര്യം ഇപ്പം തന്നെ നമ്മളുടെ ഈ രണ്ട് സൈഡിലായിട്ട് ഏകദേശം ഒരു 10-25 എണ്ണം ഉണ്ട്. ഇവരിവിടെ നിന്ന് പെരുകി. മെയിൻ പ്രശ്നം നമ്മളുടെ ഒരു കാർഷിക ഗ്രാമമാണ്. മിക്കവാറും ഉള്ളവരൊക്കെ കൃഷി ആശ്രയിച്ചാണ് ഈ നാട്ടിലെല്ലാവരും ജീവിക്കുന്നത്. ഇവരുടെ ഈ ഒരു വരവോടുകൂടി സത്യം പറഞ്ഞാൽ കൃഷിക്കാർക്കൊരു വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് പഞ്ചായത്തുകാരോ അല്ല അതിന് വേണ്ടപ്പെട്ട അധികാരികളോ ഇവരെ ഇവിടുന്ന് മാറ്റി എവിടെയെങ്കിലും വനമേഖലയിലോട്ടൊക്കെ കൊണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഈ കുരങ്ങന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പട്ടാഴി വടക്കേക്കര പഞ്ചായത്തുകാരോടാണ്. അപ്പം പഞ്ചായത്തുകാർ ഇതിപ്പോൾ 2-3 വട്ടമായി ഇപ്പോൾ ഇവിടെ വരവ് തുടങ്ങിയിട്ടുണ്ട്. വലുതായിട്ട് ഇവിടെ അടിയുന്നില്ല, അങ്ങോട്ടൊക്കെ പോവാം. പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ ഇവർ സ്ഥിര താമസമാക്കി കഴിഞ്ഞാൽ പഞ്ചായത്തിനും മറിച്ച് നാട്ടുകാർക്കും പ്രത്യേകിച്ച് കർഷകർക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം. ഓക്കെ.